വിവാദ ബ്രൂവറിക്കുള്ള അനുമതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. നിയമസഭയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ കോടികളുടെ അഴിമതി എന്നാണ് ആരോപണം. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കവും. അടുത്ത ദിവസങ്ങളിൽ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചേക്കും. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, എന്തായാലും ബ്രൂവറി നുരയുകയാണ്, പ്രതിഷേധം പതയുകയാണ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അതിന്റെ ഒരു സൂചനയാണോ? സൂചന മാത്രം. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നിപ്പോൾ നുരഞ്ഞു പൊങ്ങും എന്ന കാര്യം ഉറപ്പാണ്. ജലപീരങ്കിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിറഞ്ഞു പൊങ്ങും, പ്രതിഷേധവും നിറഞ്ഞു പൊങ്ങും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു സർക്കാർ തീരുമാനത്തിൽ UDF-ന് കിട്ടിയ ഒരു പിടിവള്ളിയാണ് ബ്രൂവറിക്കുള്ള അനുമതി എന്ന് തന്നെയാണ് കോൺഗ്രസും UDF-ഉം ഇതിനെ ഒരു സമരായുധമാക്കുന്നത്. അരുണ് പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് നിയമസഭയെയും ചൂടുപിടിപ്പിക്കും. നിലവിൽ നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് പരിഗണിക്കുന്നത് ബ്രൂവറി വിഷയവുമല്ല, നിയമസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കലാരാജീവനെ കൊണ്ടുപോയതുമായ വിഷയമാണ്. അത് CPM പോലീസ് ബന്ധത്തിലൂടെ നടന്നതാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. അതാണ് ഇന്ന് സഭയിൽ വരുന്നത്. ബ്രൂവറിയിലേക്ക് തിരിച്ചു വന്നാൽ ഇതിൽ അഴിമതിയുണ്ട്, ഒപ്പം ജലചൂഷണം. ഈ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യക്ഷ സമരം എന്ന നിലയിൽ ഇന്ന് നിയമസഭയുടെ പുറത്ത് യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരം നടത്തും. ഈ ജലചൂഷണത്തിനെതിരെ, അഴിമതിക്കെതിരെ പൊരുതും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിനകം തന്നെ അവിടെ എലപ്പുള്ളി പഞ്ചായത്തിലെ പദ്ധതി പ്രദേശത്ത് കോൺഗ്രസ് കൊടി നാട്ടിയിട്ടുമുണ്ട്. ഇതിൽ പക്ഷേ സർക്കാരിന്റെ വേർഷൻ നേരെ മറിച്ചാണ്. സർക്കാർ നയത്തിൽ തന്നെ ഉള്ളതാണ് പുതിയ മദ്യനിർമ്മാണ കമ്പനികൾ അനുവദിക്കും എന്നുള്ളത്. മാത്രമല്ല ഇതിൽ ടെൻഡറിന്റെ ആവശ്യമില്ല എന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് വിശദീകരിച്ചത്. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് അനുമതി കൊടുത്തത്. ഇത് രാഷ്ട്രീയമാണ് ഈ വിവാദം എന്നാണ് MB രാജേഷ് പറയുന്നത്. പക്ഷേ എന്തായാലും കോൺഗ്രസും UDF-ഉം ഇതൊരു പിടിവള്ളിയായി ഉയർത്തിപ്പിടിച്ച് അതിശക്തമായ പോരാട്ടത്തിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് സ്ത്രീകളുടേതുൾപ്പെടെയുള്ള പിന്തുണയാണ് UDF പ്രതീക്ഷിക്കുന്നത്. ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ബ്രൂവറി വിഷയം നുരയാനാണ് സാധ്യത. പക്ഷേ പാലക്കാട് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ അലയൊലികളൊന്നും കേൾക്കാനില്ല എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ അടങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്താണെങ്കിലും ഈ ബ്രൂവറി വിഷയത്തിൽ രഹസ്യാത്മകത സൂക്ഷിച്ചത് എന്തിന് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സർക്കാരിനെതിരെയുണ്ട്. എന്തായാലും അതിനുള്ള മറുപടി MB രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ വയ്ക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള വികസന പദ്ധതിക്കും എതിരായി നമ്മൾ നിൽക്കാൻ പാടില്ല. പക്ഷേ ആ വികസന പദ്ധതികൾ നാട്ടിലെ ജനങ്ങളുടെ സ്വസ്ഥതയും അവരുടെ വെള്ളം കൂടി മുട്ടിക്കുന്നതുമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഷേധം സ്വാഭാവികമാണ്. ഈ വിഷയത്തിൽ അതുണ്ടോ എന്നുള്ളത് ആത്യന്തികമായി പറയേണ്ടത് പരിസ്ഥിതിയാഘാത പഠനമൊക്കെ നടത്തിയതിനു ശേഷമാണ്. അവിടെ എത്രത്തോളം ജലലഭ്യതയുണ്ട് അതൊക്കെ വാട്ടർ അതോറിറ്റിയാണ് പറയേണ്ടത്. അവിടെ കർഷകർക്ക് ആശങ്കയുണ്ടാവാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ. അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള മാർഗമുള്ളൂ.